നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ആകെ വോട്ടർമാർ 2,49,80,498 പേർ. ലൈറ്റ് മെട്രോ പദ്ധതിക്ക് ഭരണാനുമതി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പദ്ധതി സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകുവാനും തീരുമാനം. ഇട്ടിപ്പാറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ മാലിന്യ നിക്ഷേപത്തിൽ പ്രതിഷേധവുമായി ബിജെപി രംഗത്ത്. വിഷയത്തിൽ ബിജെപി പഴവങ്ങാടി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. റാന്നി പുതുശ്ശേരിമലയിൽ മുഞ്ഞിനാട്ടുമേപ്രത്ത് കോളനിയിൽ പൊതുക്കിണറിൽ സ്വകാര്യ വ്യക്തി മോട്ടോർ സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം. കിണറും സ്ഥലവും തന്റെ ഉടമസ്ഥതയിലെന്ന സ്വകാര്യ വ്യക്തി. വാർത്തകളിലേക്ക് വിശദമായി. നവംബറിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്താകെ 2,49,80,498 വോട്ടർമാരുണ്ട്. ഇതിൽ 1,29,81,301 സ്ത്രീകളും 1,20,07,115 പുരുഷന്മാരും ഉൾപ്പെടുന്നു. ഇത്തവണ ആദ്യമായി ഭിന്നലിംഗക്കാരെയും പ്രത്യേകമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള 82 പേരാണ് വോട്ടവകാശം നേടിയത്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറം ജില്ലയിലാണ്. കുറവ് വയനാട്ടിലും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2015 ജനുവരി 1 18 വയസ്സ് എന്ന യോഗ്യത അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ വോട്ടർ പട്ടിക വാർഡ് അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിച്ചതാണ്. കരട് പട്ടിക തയ്യാറാക്കിയത്. 5 ലക്ഷത്തോളം പുതിയ വോട്ടർമാർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിക്ക് 10 ദിവസം മുമ്പ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാം. അതിനാൽ ഇപ്പോഴുള്ളതിലും 2.5 ലക്ഷത്തോളം വോട്ടർമാർ കൂടി ഇനിയും പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. വോട്ടർമാരുടെ എണ്ണം 2.5 കോടി കവിയുന്ന ആദ്യ തെരഞ്ഞെടുപ്പാകും നവംബറിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിലെ ലൈറ്റ് മെട്രോ പദ്ധതിക്ക് ഭരണാനുമതി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇ ശ്രീധരനുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായാണ് ഇന്നത്തെ തീരുമാനം. DMRCയുടെ പദ്ധതി രേഖയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്രത്തിന് പുതിയ കത്ത് നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. വിശദമായ പഠന റിപ്പോർട്ടിന് മന്ത്രിസഭ അംഗീകാരം. പദ്ധതി ധനസമാഹരണ മാർഗം, മൊബിലിറ്റി പ്ലാൻ, കൺസൾട്ടന്റ് നിയമനം എന്നിവ സംബന്ധിച്ച കത്താണ് കേന്ദ്രത്തിന് നൽകേണ്ടത്. നെഹ്റു യുവകേന്ദ്ര 2014-15 വർഷത്തെ യുവജന സംഘടന അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു. 2014-15 വർഷം സംഘടനാ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അവാർഡ് നൽകുക. അപേക്ഷാ ഫോറവും വിശദമായ വിവരങ്ങളും പത്തനംതിട്ട നെഹ്റു യുവകേന്ദ്ര ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0468223640. അവസാന തീയതി സെപ്റ്റംബർ 22. മർത്തോമാ സഭയുടെ സഫഗരൻ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഗീവർഗീസ് മാർ അത്തനാസിയോസ് എപ്പിസ്കോപ്പയെ നിയമിച്ചു. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ്, പെരുമ്പഴ, റാന്നി. ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ, വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ by CMC Vellore. Clinical biochemistry lab and clinical pathology lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. മർത്തോമാ സഭയുടെ സഫഗ്രൻ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് റൈറ്റ് റവറന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ അത്തനാസിയോസ് എപ്പിസ്കോപ്പയെ നിയമിച്ചു. നിലവിൽ മർത്തോമാ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ആണ് ഇദ്ദേഹം. 1944 ഏപ്രിൽ 26 തിരുവല്ല നെടുമ്പ്രം മുളമൂട്ടിൽ ചിറയിൻ കണ്ടത്തിൽ പരേതരായ ഇടിക്കുളയുടെയും ആച്ചിയമ്മയുടെയും മകനായാണ് ഗീവർഗീസ് മാർ അത്തനാസിയോസ് ജനിച്ചത്. CI ജോർജ് എന്നായിരുന്നു ആദ്യനാമം. തിരുവല്ല മർത്തോമ കോളേജിൽ നിന്നും ബിരുദം നേടിയതിനു ശേഷം ജബൽപൂരിലെ ലിയോണാർഡ് തിയോളജിക്കൽ കോളേജിലാണ് വൈദിക പഠനം പൂർത്തിയാക്കിയത്. 1969 ജൂൺ 14 വൈദികനായി. 1989 ഡിസംബർ 9 മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർന്നു. മുംബൈ, ഡൽഹി, കോട്ടയം, കൊച്ചി ഭദ്രാസനങ്ങളുടെ അധ്യക്ഷൻ,
മർത്തോമ വൈദിക സെമിനാരി ഗവേണിംഗ് ബോർഡ് ചെയർമാൻ, നാഷണൽ മിഷണറി സൊസൈറ്റി പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷനാണ്. പുതിയ സ്ഥാനത്തെക്കുറിച്ച് ഗീവർഗീസ് മാർ അത്തനാസിയോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത. സ്ഥാനത്തിൻ്റെ വലിപ്പം ഒരു സഭയിലൊക്കെ വരുമ്പോൾ എല്ലാവരും കർത്താവിൻ്റെ സേവകരാണ്. അവരവരുടെ ചുമതല അനുസരിച്ചുള്ള അതിന് ഉതകുന്നതായ ചേരുന്നതായ പേരുകൾ ആ സ്ഥാനത്തിന് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിലേതോ ഉയർച്ച, അതിന് കൂടുതൽ ബഹുമാനം കിട്ടും. അതെല്ലാം തന്നെ ആ വ്യക്തിയുടെ ഔന്നത്യത്തെയും പെരുമാറ്റ രീതിയെയും ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഉൾക്കാഴ്ചയും അതിനെല്ലാം ആശ്രയിച്ചാണ് ഉയർത്തപ്പെടുക എന്ന് പറയുന്നത്. മതമേലധ്യക്ഷന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് മെത്രാപ്പൊലിത്തയുടെ മറുപടി ഇങ്ങനെ: മനുഷ്യന് ഇടപെട്ട എവിടെല്ലാം ജീവിക്കുന്നു അവിടെല്ലാം ഒരു മനുഷ്യനെന്ന നിലയിൽ, ശിഷ്യ ഒരു മതമേലധ്യക്ഷനെന്ന നിലയിൽ പറയേണ്ട കാര്യങ്ങൾ പറയണം, പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ. പാർട്ടി പിടിച്ച് സംസാരിക്കണോ, അതിനതീതമായി നിന്നും സംസാരിക്കാം. അതിൻ്റെ സംസാരിക്കുന്നതിനുള്ള പരിമിതി എന്ന് പറയുന്നത് നല്ലവണ്ണം തന്നാലാവത് ഒരു വാദഗതിയാണെങ്കിൽ അതിൻ്റെ മറുവശവും എല്ലാം ചിന്തിച്ച് വേണം പറയാൻ. എന്തേലും പ്രസംഗിച്ചല്ല അത് മതമേലധ്യക്ഷൻ ചേരുന്നതല്ല. ശ്രീനാരായണ ഗുരുവിനെ അവഹേളിച്ച CPM നടപടി തെറ്റായി പോയെന്ന് അദ്ദേഹം വിമർശിച്ചു. ഗുരുസ്വാമി വളരെ ആദരണീയനായ ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു 100 വർഷത്തിനിടയിൽ ഈ കേരളത്തിൽ ജനിച്ചവരിൽ ആരാണ് ഏറ്റവും മഹാൻ എന്നൊരു ഒരു ചോദ്യം പോലെ അതിന് കിട്ടിയ മറുപടി ശ്രീനാരായണ ഗുരു എന്നാണ്. ദൈവത്തോടുള്ള ആദരവ്, മനുഷ്യനോടുള്ള ബഹുമാനം, ഇതാണ് കൽപ്പന. സിറ്റി ന്യൂസ് റാന്നി. ഇട്ടിപ്പാറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ മാലിന്യ നിക്ഷേപം പ്രതിഷേധവുമായി BJP രംഗത്ത്. BJP പഴവങ്ങാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പഴവങ്ങാടി പഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തി പ്രകടിപ്പിച്ച BJP രംഗത്തെത്തി. ബസ് സ്റ്റാൻഡിൽ മാലിന്യം നിക്ഷേപിക്കുന്നതുമൂലം ഇട്ടിപ്പാറ ടൌണും പരിസരവും ദുർഗന്ധപൂരിതമെന്നും കംഫർട്ട് സ്റ്റേഷനിലെ പൈപ്പുകൾ പൊട്ടിയൊലിക്കുന്നതും ദുർഗന്ധത്തിന് ഇടയാക്കുന്നതായും പഞ്ചായത്തിലെ തൂപ്പുകാർ കരാറുകാരെ വെച്ചാണ് ജോലികൾ ചെയ്യിക്കുന്നതെന്നും BJP ആരോപിച്ചു. ഇതിൽ പ്രതിഷേധമായാണ് BJP ഉപരോധ സമരം നടത്തിയത്. സ്വച്ഛ് ഭാരത് കി പഴവങ്ങാടി പഞ്ചായത്ത് നീതി പാലിക്കുക. ഭരണം ഭരണം നാറിയ ഭരണം, ഭരണം ഭരണം നാറിയ ഭരണം, ഭരണം ഭരണം നാറിയ ഭരണം, ഭരണം ഭരണം നാറിയ ഭരണം. നാറ്റത്തിന്റെ കൂമ്പാരം ചോദിക്കാൻ ആരുണ്ടിവിടെ ചോദിക്കാൻ, ആരുണ്ടിവിടെ ചോദിക്കാൻ, ആരുണ്ടിവിടെ ചോദിക്കാൻ. കോൺഗ്രസ് ഇല്ല, മാർക്സിസ്റ്റ് ഇല്ല, കോൺഗ്രസ് ഇല്ല, മാർക്സിസ്റ്റ് ഇല്ല, കോൺഗ്രസ് ഇല്ല, മാർക്സിസ്റ്റ് ഇല്ല, കോൺഗ്രസ് ഇല്ല, മാർക്സിസ്റ്റ് ഇല്ല. BJP-ക്കാർ ചോദിക്കും, BJP-ക്കാർ ചോദിക്കും, BJP-ക്കാർ ചോദിക്കും, BJP-ക്കാർ ചോദിക്കും. പഞ്ചായത്ത് അധികാരികൾ രാജിവെക്കുക, പഞ്ചായത്ത് അധികാരികൾ രാജിവെക്കുക, പഞ്ചായത്ത് അധികാരികൾ രാജിവെക്കുക, പഞ്ചായത്ത് അധികാരികൾ രാജിവെക്കുക. ജയ് ബോലോ, ജയ് ബോലോ. നാറ്റത്തിന്റെ കൂമ്പാരം, നാറ്റത്തിന്റെ കൂമ്പാരം. ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുക, ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുക. അഴിമതി അവസാനിപ്പിക്കുക, അഴിമതി അവസാനിപ്പിക്കുക. ബസ് സ്റ്റാൻഡ് പരിസരം പ്രശ്നം 2 ദിവസത്തിനകം പരിഹരിക്കാമെന്ന പഞ്ചായത്തിന്റെ ഉറപ്പിൽ സമരം പിരിച്ചുവിട്ടു. സമരം BJP ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസാദൻ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജനം നിലച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന മാലിന്യങ്ങൾ കൊണ്ട് ദിവസവും ആയിരക്കണക്കിന് പേര് വന്നു പോകുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തന്നെ, ആ ബസ് സ്റ്റാൻഡിന് അരികിൽ തന്നെ കൊണ്ട് ഇത് ഡംപ് ചെയ്യുക. അവിടെ ഇന്നിപ്പം ദുർഗന്ധം കൊണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നിരുന്നു. അപ്പോൾ ഈ വാർത്ത വന്ന സ്ഥിതിക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തും പഞ്ചായത്തെന്ന് ഞങ്ങൾ ധരിച്ചിരുന്നു. പക്ഷെങ്കിൽ യാതൊരു നടപടിയും എടുക്കുവാൻ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി തയ്യാറാകാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ ഈ സംഭവങ്ങൾ വാർത്തകൾ വന്നിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് ആ വാർത്ത വന്ന സ്ഥിതിക്കെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ട പഞ്ചായത്ത്
ഇന്ന് വരെ യാതൊരു നടപടിയും എടുക്കുവാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ജനകീയ പ്രക്ഷോഭം പരസ്യമായിട്ട് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഇതിപ്പം BJP പറയുന്നു എന്നതുകൊണ്ട് മാത്രമല്ല. ഇപ്പം നമുക്കറിയാം BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നമുക്കറിയാം സ്വച്ഛ ഭാരത് പദ്ധതി രാജ്യത്തെ ശുചിത്വം ആക്കുവാൻ വേണ്ടി ക്ലീൻ ഇന്ത്യ പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് ചെലവഴിക്കുന്നത്. BJP പഞ്ചായത്ത് പ്രസിഡന്റ് MN ശിവദാസ് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് PV അനോജ് കുമാർ, രവീന്ദ്രൻ നായർ മന്നത്ത്, വിജയൻ ചേത്തയ്ക്കൽ, ബാബു പ്ലാത്താനം, MN കുഞ്ഞിരാമൻ, ബിജു മോതിരവയൽ, വിനോദ് കുറുപ്പ്, രാജൻ ശ്രീമംഗലം, സുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. അടിയന്തരമായിട്ട് ഈ ഹർത്താൽ അല്ലെ ഈ പ്രകടനം ഇവിടെ നടത്താൻ കാരണം പഴവങ്ങാടി പഞ്ചായത്തിൻ്റെ അഴിമതി, അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങിയാൽ അതിലെ മൂക്കും പൊത്തിപ്പോകേണ്ട ഒരു ഗതികേടാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്. ആയത് കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ, അതുപോലെ തന്നെ ഈ അവസ്ഥയിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ അതിന് സാധിക്കില്ല. അതിനാണ് മുൻകൈയെടുത്ത് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രകടനമായിട്ട് ഇപ്പോൾ ഈ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ അധീനതയിൽ മല്ലപ്പള്ളി താലൂക്കിൽ കുന്നംതാനം വില്ലേജിൽ വ്യവസായ വില്ലേജ് പ്ലോട്ടിൽ വ്യവസായം സംരംഭം തുടങ്ങുവാൻ താൽപര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. നിർദ്ദിഷ്ട പെർഫോമയിൽ വിശദമായ പ്രൊജക്ട് സഹിതം കോഴഞ്ചേരി ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0468 22 14 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ശ്രീനാരായണ ഗുരു വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണവുമായി വെള്ളാപ്പള്ളിയും BS-ഉം. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. Shrine Habitat 2 and 3 bedroom flats at Kottayam Kalathipadi with ultra modern amenities. Bank loan available from all leading banks. Hurry and avail a special handing over offer. A Maruti Alto 800 only for the first 10 purchases. Call 9349383837. വാർത്തകൾ തുടരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ നിശ്ചല ദൃശ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. വിവാദത്തിൽ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും അടക്കമുള്ളവർ വ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. വിവാദവുമായി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. പിണറായിയും BS-ഉം SNDP-യെ ആക്രമിക്കാൻ ഒരുമിച്ച് നിൽക്കുകയാണ്. പരസ്യമായി ഖേദം പ്രകടിപ്പിക്കാൻ പോലും തയ്യാറായിട്ടില്ല. നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആരോപിച്ചു. പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ടയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ VS അച്യുതാനന്ദൻ എത്തിയപ്പോഴാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ VS-നോട് ചോദിച്ചത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. എന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് നിങ്ങൾ എന്നോട് ചോദിക്കണ്ടല്ലോ. രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണത്. നമ്മുടെ നാട് ആശയ സമരത്തിലൂടെ കൈവരിച്ച ജാത്യാതീതവും നിരപേക്ഷപരവുമായ സാമൂഹിക ബോധവും രാഷ്ട്രീയ ബോധവും ഇല്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണെന്നും VS അച്യുതാനന്ദൻ ആരോപിച്ചു. പ്രക്കാനം പബ്ലിക് ലൈബ്രറി മന്ദിരോദ്ഘാടനവും വജ്രജൂബിലി ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജാത്യാതീതവും മതനിരപേക്ഷവുമായ സാമൂഹ്യ ബോധവും രാഷ്ട്രീയ ബോധവും ഇല്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഗീയ സാമുദായിക വികാരം പരസ്യമായി പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഈ വിഭാഗത്തെ വോട്ട് ബാങ്കായി കണക്കാക്കി സർക്കാർ എല്ലാ പ്രോത്സാഹനം കൊടുക്കുകയാണെന്നും VS പറഞ്ഞു. വർഗീയ വികാരവും സാമുദായിക വികാരവും പരസ്യമായി പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അത്തരം സംഘടനകൾ വോട്ട് ബാങ്കുകൾ സൃഷ്ടിച്ച് സമ്മർദ്ദ ശക്തികളാകുന്നു. കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാരാകട്ടെ അതിനെ നഗ്നമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ചിലർ വർഗീയതയുടെയും ഫാസിസത്തിന്റെയും തത്വശാസ്ത്രം നിത്യജീവിതത്തിൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ VS സംഘപരിവാറിന്റെ ഈ ഫാസിസ്റ്റ് അജണ്ട സ്വന്തം വീട്ടുമുറ്റത്തേക്ക് എത്താൻ അധികം വൈകില്ലെന്നും VS പറഞ്ഞു. സിറ്റി ന്യൂസ്, റാന്നി. CPM-ന്റെ ഗുരുദേവ നിന്ദയിൽ പ്രതിഷേധിച്ച് റാന്നി SNDP യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇട്ടിയപ്പാറയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രസിഡന്റ് KS സതീഷ്, സെക്രട്ടറി അഖിൽ, വൈസ് പ്രസിഡന്റ് സൂരജ്, ധർമ്മസേന യൂണിയൻ കോർഡിനേറ്റർ KJ ഷാജി, സൈബർ സേന ചെയർമാൻ ജിതേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രവർത്തകർ പിണറായി വിജയന്റെ കോലം കത്തിച്ചു. കളിച്ചോ
റാന്നി പുതുശ്ശേരിമലയിൽ പൊതുക്കിണറിൽ സ്വകാര്യ വ്യക്തി മോട്ടോർ സ്ഥാപിച്ചതായി പരാതി. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. റാന്നി പുതുശ്ശേരിമല മുഞ്ഞിനാട്ട് മേപ്രത്ത് കോളനിയിൽ ബ്ലോക്ക് പദ്ധതി പ്രകാരം നിർമ്മിച്ച പൊതുകിണറിൽ സ്വകാര്യ വ്യക്തി മോട്ടോർ സ്ഥാപിച്ചതായി പരാതി. എന്നാൽ കിണർ നിർമ്മിച്ചത് താനാണെന്നും വസ്തുവിന് ഇപ്പോഴും താൻ കരമടയ്ക്കുന്നുണ്ടെന്നുമാണ് സ്വകാര്യ വ്യക്തി അവകാശപ്പെടുന്നത്. ഇതാണ് വിവാദമായ റാന്നി പുതുശ്ശേരിമല മുഞ്ഞിനാട്ട് മേപ്രത്ത് കോളനിയിലെ പൊതുകിണർ. റാന്നി ബ്ലോക്കിന്റെ അധീനതയിലാണ് കിണർ എന്നതിന് സൂചകമായി MES റാന്നി എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50 വർഷത്തോളം പഴക്കമുണ്ട് കിണറിന്. സമീപ പ്രദേശത്തെ 16ഓളം കുടുംബങ്ങൾ ഈ കിണറാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സമീപവാസിയായ കുളങ്ങര വീട്ടിൽ സുകുമാരൻ കിണറ്റിൽ മോട്ടോർ സ്ഥാപിച്ചത്. ഇതിനെതിരെയാണ് പ്രതിഷേധമുയർന്നിരിക്കുന്നത്. എനിക്ക് വയ്യാത്തോണ്ടാ ഞാൻ ഈ പൈപ്പ് ഇടുന്നേ. വയ്യാത്തോണ്ട എനിക്ക് ഞാൻ നടുവിന് വേദന കൊണ്ടായി പൈപ്പ് ഫിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, മോട്ടർ വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ചേട്ടത്തി, അനിയത്തി, ഞങ്ങൾ 3 നേരം ഇവിടെ ഇരിപ്പുണ്ട്. ഈ സമയത്ത് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്കൂടെ എങ്ങനെ വെള്ളത്തിന് പഴയതുപോലെ കോരുന്നതുപോലെ കോരിക്കോ എന്ന് പറഞ്ഞു. അപ്പം പഴയതുപോലെ ഞങ്ങൾ കോരുന്നതെന്ന് പറഞ്ഞാൽ പകല് പിന്നെ ഈ 6 മണി, രാവിലെ 6 മണിക്ക് അടച്ചിട്ടാൽ വൈകിട്ട് 6 മണി ഒക്കെ ആകും. അവർ 50 കലം വെള്ളം അവർ 2 കൂട്ടും കൂടെ കോരി കഴിഞ്ഞും വെച്ച് പിന്നെ ഞങ്ങൾ പിന്നെ ഓരോ സെക്ഷനായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് കോരുന്നവർ ഈ 6 വീട്ടുകാരും പുറമേ വരുന്നവരും എല്ലാം രാത്രിയിലാണ് കോരുന്നത്. അപ്പോൾ 6 മണി മുതൽ ഓരോരുത്തർക്കും ഓരോ സമയം 2-3 മണിക്കൂർ വെച്ച് ഞങ്ങൾ കോരുമ്പോൾ കലം കൊണ്ട് വരുമ്പം ചില സമയത്ത് വെളുപ്പിനെയൊക്കെ ഞാൻ കറക്റ്റായിട്ട് വരുന്നത് 3 മണി 4. അപ്പം ഞങ്ങൾ മേളിൽ താമസിക്കും, ഞങ്ങൾക്ക് മുരിപ്പിനെ ഞങ്ങൾ താമസിക്കും. ഞങ്ങൾ 2 കൂട്ടർ ആ സമയമൊക്കെ ഇറങ്ങും. ഇത്രയും വീട്ടുകാർ വിടുന്നത് ഞങ്ങൾക്ക് ഇവിടെ ആർക്കും കിണറില്ല. കിണറെന്ന് പറഞ്ഞാൽ കിണർ നമുക്കില്ല, അല്ല പിന്നെ അവർ പറ്റിയൊന്നുമായിട്ടല്ല. ഞങ്ങൾക്ക് ആർക്ക് ഇത്രയും കുടുംബത്താണ് മുരിപ്പിനെ ഉണ്ടാക്കിയ ഇവരൊക്കെ താമസിക്കുന്നത്, അല്ല ഇവിടെ നമ്മുടെ അടുത്തൊന്നും അല്ല. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ താഴെ ഞങ്ങൾ കൊല്ലം പിടിക്കുന്ന കയറുന്ന വെള്ളം ചുമ്മിക്കൊണ്ടിരുന്നത്. പിന്നെ അത് വെള്ളം അവർ ഊരി കഴിഞ്ഞിട്ട് പിന്നെ ആണ്ട് പറയും, പിന്നെ നക്കി വീഴ്ച പോലെ ഊരി വീണ് എത്ര നേരം. അപ്പോൾ രാത്രി 8-9 മണിയാവും. പിന്നെ ഇവർക്ക് വേണ്ട എല്ലാ വീട്ടുകാർക്കും വേണം, ഞങ്ങൾക്ക് അടുത്തടുത്ത് എല്ലാവർക്കും എല്ലാം വെള്ളം വേണം. കൊടുത്ത ഈ വണ്ടിക്കൊക്കെ വെള്ളം അടിച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. അല്ലാതെ ഈ ജലനിധിയുടെ ഇതൊക്കെ ഉണ്ട്, അത് ഇടയ്ക്കും പഴയ്ക്കൊക്കെ വെള്ളം ഇതില്ലാതെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങളുടെ മുറ്റത്ത് കൊണ്ടുവന്ന് വെള്ളം ഇറക്കാനുള്ള സൗകര്യം ഞങ്ങൾക്കില്ല. ഈ റോഡിൽ കൊണ്ടുവന്ന് ഇറങ്ങിയിട്ട് തലയെ വെച്ച് ചുമ്മി വേണം പാൻ. എന്റെ നട്ടലില്ലാത്തോളാം, എന്റെ ഗർഭപാത്രവും വയ്യ, അസുഖമായിട്ട് കഴിക്കുന്നു. എന്നാൽ കിണർ നിർമ്മിച്ചത് താനാണെന്നും കിണർ സ്ഥിതി ചെയ്യുന്ന വസ്തുവിന് കരം അടയ്ക്കുന്നുണ്ടെന്നുമാണ് കുളങ്ങര വീട്ടിൽ സുകുമാരന്റെ വാദം. അന്ന് ഞാൻ വെട്ടിച്ചപ്പോഴേ വെട്ടി വെള്ളമെല്ലാം കണ്ട് ശരിയായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പണിക്കാർ വന്നു, ഉള്ള വിവരം പറയാം. പണിക്കാർ വന്നപ്പം ഇവിടെ വേറൊരാൾ പറഞ്ഞ സുഖമാരാജിന് ഞാനും കെട്ടിക്കാം. ഞാൻ പറഞ്ഞു കെട്ടിക്കാം. അപ്പം ഞാൻ പണിക്കാരെ വിളിക്കുന്നത് ആദ്യം ഒരു 700 രൂപ വാങ്ങിച്ചു എന്നോട്. അത് കഴിഞ്ഞ് പറഞ്ഞ 400 രൂപ തരണം സിമെന്റ് ചെയ്തു, അതും കൊടുത്തു. ഇത് ഞാൻ പറഞ്ഞതും ഒരു കളങ്കമില്ലാത്ത കാര്യമായി പറഞ്ഞു, സത്യസന്ധമായ കാര്യമാണ്. ഒരു പോക്ക് വരവോ ഒന്നുമില്ലാത്ത പിന്നെ കരമടയ്ക്കുന്ന രസീത് കൊടുത്തു. ഏതായാലും കിണറിൽ മോട്ടോർ സ്ഥാപിച്ചത് സംബന്ധിച്ച് നാട്ടുകാർ രേഖാമൂലം ബ്ലോക്കിൽ പരാതി നൽകിയിട്ടുണ്ട്. സിറ്റി ന്യൂസ് റാന്നി. മണ്ഡലകാലത്തിന് മുന്നോടിയായി തീർത്ഥാടന വഴികൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരമായില്ല. 65 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം വൈകുന്നത്. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി തീർത്ഥാടന വഴികൾ മെച്ചപ്പെടുത്താനുള്ള പദ്ധതിക്ക് അംഗീകാരമായില്ല. 65 കോടിയുടെ പദ്ധതിയാണ് പത്തനംതിട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വകുപ്പിന് സമർപ്പിച്ചിട്ടുള്ളത്. നവംബർ 16-നാണ് മണ്ഡലകാല ഉത്സവത്തിന് ശബരിമല നട തുറക്കുന്നത്. കഴിഞ്ഞ തവണ നവംബറിൽ റോഡ് പണി നടത്തിയിരുന്നു. റോഡിന്റെ സ്ഥിതി വിലയിരുത്തുവാൻ റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നു. മണ്ണാറക്കുളഞ്ഞി പമ്പ റോഡാണ് ഇപ്പോൾ ദേശീയപാത നിലവാരത്തിലുള്ളത്. പുനലൂർ മൂവാറ്റുപുഴ റോഡും വളരെ മോശപ്പെട്ട സ്ഥിതിയിലാണ്.
ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ലയിൽ നിന്നും പത്തനംതിട്ടയിലേക്കെത്തുന്ന വഴികളുടെ ശോചനീയാവസ്ഥ തുടരുകയാണ്. പുതിയ മണ്ഡലകാലത്തിന് ആഴ്ചകൾ ബാക്കി നിൽക്കെ നടപടികൾ വൈകുകയാണ്. സിറ്റി ന്യൂസ് റാന്നി. അയിരൂർ ജില്ലാ ആശുപത്രിയിൽ ഒഴിവുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 15 രാവിലെ 11 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടക്കും. 7ാം ക്ലാസ് പാസ്സായ 50 വയസ്സിൽ താഴെയുള്ളവർക്ക് പങ്കെടുക്കാം. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0435231900 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ആകെ വോട്ടർമാർ 2,49,80,498 പേർ. ലൈറ്റ് മെട്രോ പദ്ധതിക്ക് ഭരണാനുമതി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പദ്ധതി സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകുവാനും തീരുമാനം. ഇട്ടിപ്പാറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ മാലിന്യ നിക്ഷേപത്തിൽ പ്രതിഷേധവുമായി BJP രംഗത്ത്. വിഷയത്തിൽ BJP പഴവങ്ങാടി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. റാന്നി പുതുശ്ശേരിമലയിൽ മുഞ്ഞിനാട്ടുമേപ്രത്ത് കോളനിയിൽ പൊതുക്കിണറിൽ സ്വകാര്യ വ്യക്തി മോട്ടോർ സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം. കിണറും സ്ഥലവും തന്റെ ഉടമസ്ഥതയിലെന്ന സ്വകാര്യ വ്യക്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.